സ്വാഗതം. സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. സുപ്രധാനമായൊരു വാർത്തയിലേക്ക് തന്നെയാണ് സ്പോട്ട് ലൈവ് ഇന്ന് ആദ്യം കടക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ സിനിമാ രംഗത്ത് തന്നെ പ്രതിഷേധമുയരുകയാണ്. ഇതിൽ ഏറ്റവും പ്രത്യേകത ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്നും രാജിവെച്ചു. ഫെഫ്കയാണ് ആദ്യം ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കം ആരംഭിച്ചത്. സംഘടന അതിജീവിതയോട് സംസാരിച്ചില്ല. അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും മനസ്സിലാക്കില്ല. ദിലീപിനെ നിരപരാധിയാക്കാനാണ് ശ്രമം നടക്കുന്നത്. ദിലീപിനൊപ്പം സംഘടനയിൽ തനിക്ക് തുടരാൻ താല്പര്യമില്ല. ഇതാണ് ഭാഗ്യലക്ഷ്മിയുടെ നിലപാട്. ഇനി ഒരു സംഘടനയുടെയും ഭാഗമാകാനില്ലെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. അടൂർ പ്രകാശിനെയും രൂക്ഷമായിട്ടാണ് ഭാഗ്യലക്ഷ്മി വിമർശിച്ചത്. ഈ വേട്ടക്കാർ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് താങ്കളെപ്പോലുള്ളവരുടെ സ്വാധീനം മൂലമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഈ കേസിന് പിന്നിൽ താങ്കളൊക്കെ പല കളികളും കളിച്ചിരിക്കാം എന്നുള്ളത് വളരെ വ്യക്തമായി താങ്കളുടെ പ്രസ്താവനയിൽ കൂടി തന്നെ താങ്കൾ ജനങ്ങളെ ഈ തിരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സമയത്ത് താങ്കൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. താങ്കൾ ഉൾപ്പെടുന്ന താങ്കളുടെ പാർട്ടി ഭരണത്തിൽ വന്നാൽ ഇവിടെ ഒരു അതിജീവിതമാർക്കും യാതൊരു നീതിയും കിട്ടാൻ പോകുന്നില്ല. കീഴ്ക്കോടതികളിൽ പരാജയപ്പെടുന്ന ഒരു അതിജീവിതമാർക്കും മേൽക്കോടതികളിലേക്ക് പോകാൻ, അപ്പീൽ പോകാൻ താങ്കളുടെ പാർട്ടി സഹായിക്കില്ല എന്ന് താങ്കൾ വളരെ ഓപ്പണായിട്ട് ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശ്രീമാൻ അടൂർ പ്രകാശ്, UDF കൺവീനർ, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കേട്ടിരുന്നു. അതിജീവിതയുടെ കേസിന് സർക്കാർ അപ്പീൽ പോകുന്നത് സർക്കാരിന് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് എന്ന്. സാറേ, ഇത് തന്നെയാണ് സാറേ സർക്കാർ ചെയ്യേണ്ടത്. ഒരു അതിജീവിതയ്ക്കൊപ്പം പോവുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ കടമയാണ്. സർക്കാർ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. യെസ്, ഇതാണ് ദിലീപിന്റെ എന്തായാലും ഇന്നലെ പുറത്തു വന്ന കോടതി വിധിക്ക് ശേഷം സിനിമാ മേഖലയുമായി കൂടുതൽ അടുക്കാനുള്ള, അതിന്റെ മുഖ്യധാരയിലേക്ക് മടങ്ങിയെത്താനുള്ള ദിലീപിന്റെ ശ്രമങ്ങൾ നടക്കുകയാണ്. പല സംഘടനകളുടെയും തലപ്പത്തായിരുന്നു അമരക്കാരൻ, മറ്റൊരു പകരക്കാരനില്ലായിരുന്നു ദിലീപിന്. ആ ഇടത്തു നിന്നാണ് ദിലീപിന് ഇറങ്ങിപ്പോവേണ്ടി വന്നത്. എന്തായാലും വിധി വന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ആദ്യം ഫെഫ്ക തന്നെയാണ് ഇതിന് തുടക്കമിട്ടത്. ബി ഉണ്ണികൃഷ്ണൻ തന്നെ ഡയറക്ടേഴ്സ് യൂണിയനോട് ഇത് സംബന്ധിച്ച് ആവശ്യമുന്നയിക്കും എന്ന നിലപാടെടുത്തിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയാവട്ടെ കത്ത് നൽകിയാൽ ദിലീപിനെ തിരികെ എടുക്കുമെന്ന് പറയുന്നു. ഒപ്പം താരസംഘടന അമ്മയിലും ദിലീപിനെ തിരികെ എടുക്കാനുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ദിലീപ് തിരികെ എത്തുകയാണ് സിനിമയിലെ സംഘടനകളിലേക്ക്. ഇതിനിടയിലാണ് പ്രതിഷേധങ്ങൾ ഉയരുന്നത്. ഇതാ ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. അവർ രാജിവെക്കുന്നു. മറ്റാരൊക്കെ നിലപാടെടുക്കും എന്നതും പ്രസക്തമായ കാര്യമാണ്. വിശദമായി നോക്കാം. ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, ഭാഗ്യലക്ഷ്മിയുടെ പ്രതിഷേധം, ഭാഗ്യലക്ഷ്മി നേരത്തെ തന്നെ നമുക്കറിയാം അതിജീവിതയ്ക്കൊപ്പം പരസ്യമായി നിലപാടെടുത്ത്, ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയ വ്യക്തി കൂടിയാണ്. അവരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവർ രാജി പ്രഖ്യാപിക്കുന്നു. മറ്റാരൊക്കെ സമാനമായ നിലപാടെടുക്കാൻ സാധ്യതയുണ്ട്? സിനിമാ രംഗത്തേക്ക് അല്ലെങ്കിൽ സിനിമയുടെ മുഖ്യധാരയിലേക്ക്, സംഘടനകളിലേക്ക് മടങ്ങിയെത്താൻ ദിലീപിൻ്റെ ശ്രമങ്ങൾ, മറ്റുള്ളവർ ദിലീപിനെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ സിനിമാ മേഖലയിൽ സജീവമാണല്ലോ. തീർച്ചയായും സജിത്ത്, അത് വ്യക്തമാണ്. വിധി 11 മണിക്ക് വരുന്നു. തക്കതായി ഒരു തരത്തിലുമുള്ള ചർച്ചകളും നടക്കാതെ ഫെഫ്ക അസോസിയേഷൻ തീരുമാനമെടുക്കുന്നു, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനമെടുക്കുന്നു. അമ്മയിൽ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്നു. ദിലീപിനെ തിരിച്ചെടുക്കുക എന്നത്, അതും മണിക്കൂറുകൾ പോലും വ്യത്യാസമില്ലാതെയാണ് ഈ സംഘടനകളെല്ലാം തലപ്പത്തുള്ളവർ തീരുമാനമെടുക്കുന്നത്. ദിലീപിനെ അത്രയും വേഗം സംഘടനയിലേക്ക് തിരികെ എത്തിക്കണമെന്നത് വ്യക്തമാണ്. കാരണം ഈ 2017 മുൻപ്, ഈ നടി ആക്രമിച്ച കേസിന് മുൻപ് വരെ ഈ സംഘടനകളുടെയൊക്കെ അമരക്കാരനും തലപ്പത്ത് നിന്നത് ഒരു പകരം വെക്കാനില്ലാത്ത ഒരു വ്യക്തിയായിട്ട് പോലും ദിലീപ് വളരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നിവൃത്തികേട് കൊണ്ട് ഈ സംഘടനയിൽ നിന്നും പ്രാഥമിക അംഗത്വം പോലും അമ്മയിൽ നിന്നും മാറ്റുന്ന രീതിയിലേക്ക് ദിലീപിനെ മാറ്റിയതും വേറെ വഴിയില്ലാത്തത് കൊണ്ടാണെന്ന് പോലും ഈ സംഘടനയിലുള്ളവർക്ക് അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും മണിക്കൂറുകൾക്കുള്ളിൽ ദിലീപിനെ തിരികെ എത്തിക്കാനുള്ള വ്യഗ്രത, അത് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഭാഗ്യലക്ഷ്മി രംഗത്തെത്തുന്നത്. ഭാഗ്യലക്ഷ്മി പറയുന്നത് പോലും ഇങ്ങനെയാണ്: ആ നടിയെ ഒന്ന് തിരികെ വിളിക്കണമെന്നോ ആ നടിയെ ഒന്ന് പോയി കാണണമെന്നോ ഈ സംഘടനയിലുള്ള ആർക്കും ഒരു തരത്തിലും ഒരു ചിന്തയുണ്ടായിരുന്നില്ല. നേരെ മറിച്ച്
കീഴ്ക്കോടതിയിൽ നിന്ന് ഈ വിധി വരുമ്പോൾ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള വ്യഗ്രത അത് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിർമ്മാതാക്കളുടെ സംഘടനയുടെ തലവനായ ബി രാകേഷും പറയുന്നത് ഒരു കത്ത് കിട്ടിയാൽ ഉടനെ തന്നെ ദിലീപിനെ തിരികെ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ മാത്രമല്ല ഫെഫ്കയിൽ ഉൾപ്പെടെ ചർച്ചകൾ നടക്കുന്നതായിട്ടും അമ്മ സംഘടനയിൽ ഈ ചർച്ചകൾ നടക്കുന്നതായിട്ടും പറയുന്നു. മാത്രമല്ല ലക്ഷ്മിപ്രിയ ഉൾപ്പെടെ പറഞ്ഞത് ദിലീപ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അമ്മ സംഘടനയിൽ തലപ്പത്ത് നിൽക്കുന്ന വ്യക്തിയാണ് നിലവിൽ ലക്ഷ്മിപ്രിയ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും സംഘടനകൾ കൂട്ടായി ദിലീപിനെ അനുകൂലിക്കുന്നു, ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ കൈക്കൊള്ളുന്നു. ഒരു തരത്തിലുമുള്ള ചർച്ചകൾ പോലും നടത്താതെ ഒരു ഏകാധിപതിയെ പോലെ പലരും തീരുമാനങ്ങൾ എടുക്കാനും സംഘടനയിൽ കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇത് തന്നെയാണ് ഏറ്റവും ഉയർന്ന കാര്യം. മാത്രമല്ല ഭാഗ്യലക്ഷ്മി പറയുന്ന ഒരു കാര്യം, ഞാൻ രാജിവെച്ചില്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ വെറും നാടകമാണെന്ന് തോന്നും, അതിജീവിതയ്ക്കൊപ്പം ഞാൻ നിൽക്കുന്നത് വെറും നാടകമായിട്ട് ജനങ്ങൾക്ക് തോന്നും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ അവസരത്തിൽ ഈ ഒരു വിധി വന്നതിന് പിന്നാലെ താൻ രാജിവെക്കുന്ന തീരുമാനമെടുക്കുന്നതായിട്ടും ഭാഗ്യലക്ഷ്മി പറയുന്നു. കഴിഞ്ഞ ദിവസം താൻ അതിജീവിതയ്ക്കൊപ്പമായിരുന്നു എന്നും രാത്രി ഒന്ന് ഉറങ്ങിയിട്ട് പോലുമില്ല എന്നും ഭാഗ്യലക്ഷ്മി പറയുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഭാഗ്യലക്ഷ്മി നിർണായകമായ ഒരു തീരുമാനവും കൂടി എടുക്കുന്നത്. ഫെഫ്ക തുടങ്ങുന്ന കാലം മുതൽ തന്നെ ഭാഗ്യലക്ഷ്മി ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നു എന്നതും കൂടി ഈ സമയത്ത് പറയേണ്ടിയിരുന്നു. ഫെഫ്കയുടെ തലപ്പത്ത് വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഭാഗ്യലക്ഷ്മി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഫെഫ്ക ഒരു കൂട്ടായ സംഘടനയാണല്ലോ, പലയിടത്തു നിന്നുള്ള സംഘടനകൾ ചേർന്നതാണ്. അതിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ സംഘടനയിൽ ഒരു പ്രധാനി തന്നെയാണ് ഭാഗ്യലക്ഷ്മി എന്നതും പറയേണ്ടിയിരിക്കുന്നു. ആ ഭാഗ്യലക്ഷ്മി തന്നെയാണ് ഈ ഒരു ഏകാധിപത്യ മനോഭാവം, ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അകത്താവുന്ന നാൾ മുതൽ തന്നെ ഈ ഫെഫ്ക ഒരു തരത്തിൽ പോലും ഈ നടിയെ സംസാരിക്കാനോ നടിയുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ നടിക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ ഒന്നും കൂടെ നിൽക്കാത്ത ഈ സംഘടന ദിലീപിന് ഈ അനുകൂലമായ ദിലീപ് കുറ്റവിമുക്തനാണ് എന്ന് പറഞ്ഞതിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ചർച്ചയും നടത്താതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി വന്ന് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള സാധ്യത കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് വ്യക്തമാണ് ദിലീപിനെ അനുകൂലിക്കുന്നതാണ് ഈ സംഘടന എന്നത് ഒരു നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു. ദിലീപ് കത്ത് തന്നാൽ ദിലീപിനെ തിരിച്ചെടുക്കും എന്ന രീതിയിലേക്ക് KFPA, കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വ്യക്തമാക്കുന്നു. ഫിയോക്ക് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഇവിടെ ജനിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. തിയേറ്റർ സംഘടനകൾ എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ആരാണ് നേതൃത്വം നൽകിയത്, ദിലീപ് തന്നെയാണ്. അങ്ങനെ പല സംഘടനകളിലും തലപ്പത്ത് നിന്ന ദിലീപ് ഇപ്പോൾ വീണ്ടും ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോഴേക്കും ഉറപ്പായും ഭാഗ്യലക്ഷ്മി വിൽക്കുന്നത് പോലും ദിലീപിനൊപ്പം താനില്ല. ഉറച്ച ശബ്ദമാണ് ഭാഗ്യലക്ഷ്മിയുടേത്, അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭാഗ്യലക്ഷ്മി മാത്രമല്ല, ഇപ്പോഴും സംഘടനയിൽ ഉണ്ടായിരിക്കുന്ന എന്നാൽ ഈ വിധി വരാൻ വേണ്ടി കാത്തിരുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഭാഗ്യലക്ഷ്മിയുടെ ഈ തീരുമാനത്തിന് പിന്നാലെ ഇനിയും കൊഴിഞ്ഞു പോക്കുകൾ ഫെഫ്കയിൽ ഉണ്ടായാൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല സജിത്ത്. കാരണം ഇത് തുടരും, ഈ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറും. പ്രത്യേകിച്ച് ഈ സംഘടനകൾ ദിലീപിനൊപ്പം നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് കഴിഞ്ഞ ദിവസം തന്നെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ സ്റ്റാൻഡും കൂടെ നിൽക്കുമ്പോഴേക്കും ഈ നടിയെ ഒന്ന് പോയി കാണാനോ സംസാരിക്കാനോ എന്താണ് കാര്യമെന്ന് തിരക്കാനോ ഇതുവരെ നാളിത്രയുമായി 8.25 വർഷമായി. ആ 8.25 വർഷത്തിനിടയിൽ പോലും ഒരു സംഘടനകളും നേതൃത്വം നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇക്കാര്യം വ്യക്തമാണെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നതിന് പിന്നാലെയാണ് ഈ ഉറച്ച നിലപാട്. ഈ ഫെഫ്ക തുടങ്ങിയ നാൾ മുതൽ ഉണ്ടായിരുന്ന ഒരു ആക്റ്റീവ് മെമ്പറായ ഭാഗ്യലക്ഷ്മി ഇതിൽ നിന്നും പുറത്തേക്ക് പോകുന്നു, രാജിവെക്കുന്നു എന്ന നിലപാടിലേക്ക് ഭാഗ്യലക്ഷ്മിയും എത്തുന്നത് ഒരു വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് കൃത്യമായി ഫെഫ്കയുടെ ഉന്നതങ്ങളിലേക്ക് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു മാസീവ് ബ്ലോ ആയിട്ട് തന്നെ കണക്കാക്കുകയും വേണം. ഭാഗ്യലക്ഷ്മിക്ക് പിന്നാലെ തന്നെ ഇനി എത്ര പേർ ഫെഫ്കയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനയിൽ നിന്നോ ഇറങ്ങുമെന്ന കാര്യത്തിലും സംശയം. അത് ഹരി, 8.25 വർഷത്തിന്റെ കണക്ക് നമുക്ക് വിട്ടേക്കാം. ഇന്നലെ ആ കോടതി വിധി വന്നതിന് ശേഷം ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്കാനോ എന്താണ് ഇനിയുള്ള നീക്കമെന്നോ പിന്തുണയറിയിക്കാനോ പോലും സിനിമാ മേഖലയിൽ നിന്നും ആരൊക്കെ ഉണ്ടായി എന്നത് ഒന്ന് വ്യക്തമാക്കപ്പെടേണ്ട കാര്യമാണ്. ഈ പറഞ്ഞ ദിലീപിനെ തിരികെ എടുക്കാൻ തിടുക്കം കൂട്ടുന്ന പലരും അതിന് പോലും തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ ഭാഗ്യലക്ഷ്മി ഇത്തരമൊരു നിലപാടെടുക്കുന്നതിൻ്റെ ഒരു വ്യക്തതയും അതുതന്നെയാണ്. കാരണം ദിലീപിനെ തിരികെ എടുക്കാം, തർക്കമില്ല, അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ട തിരികെ എടുക്കാം. പക്ഷേ അവിടെ നീതി കിട്ടാതെ പോയ ഒരു പെൺകുട്ടിയുണ്ട്, അതല്ലെങ്കിൽ ആ സഹപ്രവർത്തകയുണ്ട്. ആ സഹപ്രവർത്തകയ്ക്ക് എന്താണ് അവർക്കൊപ്പം നിൽക്കുക, അവർക്കൊരു പിന്തുണ നൽകുക, ആ ഒരു വാക്ക് പരാമർശിക്കുക പോലും ചെയ്യാതെയാണ് യഥാർത്ഥത്തിൽ ഇവർ നിലപാടിലേക്ക് പോകുന്നത്. അതിജീവിതയ്ക്കൊപ്പമെന്ന് പുറമേക്ക് പറയുമെങ്കിലും ഇന്നലെ യഥാർത്ഥത്തിൽ ആ കോടതി വിധി സിനിമാ മേഖലയിൽ ബഹുഭൂരിപക്ഷവും ആഘോഷിക്കപ്പെടുകയായിരുന്നു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ ദിലീപിൻ്റെ കോടതി വിധി വരാൻ ഞങ്ങൾ കാത്തിരുന്നു, ഇതാ തിരികെ എടുക്കുന്നു എന്നത് പ്രഖ്യാപിക്കാൻ എല്ലാവരും തിടുക്കം കൂട്ടുന്നു. അങ്ങനെ ഒരു പ്രതീതി പൊതുവിൽ ഈ സിനിമയുമായി അനുബന്ധ സംഘടനകളിലും മൊത്തത്തിലും കാണാൻ കഴിയുന്നില്ലേ ഹരി?
തീർച്ചയായും. കാരണം ഈ വിധി വന്നതിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിലാണ്, 11 മണിക്ക് വിധി വരുന്നു, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തീരുമാനിക്കുകയാണ് ഫെഫ്കയും KFPയും ഉൾപ്പെടെയുള്ളവർ ദിലീപിനെ ഞങ്ങൾ സ്വീകരിക്കുകയാണ് എന്നുള്ളത്. അത് ഒരു തരത്തിലുമുള്ള ചർച്ചകൾക്ക് ശേഷമല്ല, ഒരു തരത്തിലും അംഗങ്ങളുമായി സംസാരിച്ചിട്ടല്ല. അതും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്, ഏകാധിപത്യം പോലെ പെരുമാറുകയാണ്. ഒരു തരത്തിലുമുള്ള ചർച്ചകൾക്കോ ഒരു മീറ്റിങ്ങിനോ തയ്യാറ് പോലും ആകാതെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഭാഗ്യലക്ഷ്മി ഇറങ്ങുന്നതെന്നും പറയുന്നു. മാത്രമല്ല അടൂർ പ്രകാശിനെതിരെയും ഭാഗ്യലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. പ്രധാനമായും അടൂർ പ്രകാശ് ആദ്യം പറഞ്ഞത് ഇത് ദിലീപിനെ വേട്ടയാടുകയാണ്, സർക്കാർ മുന്നോട്ട് പോകുന്നത് സമയം കളയാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് മലക്കം പറയുന്ന അടൂർ പ്രകാശിനെ നമ്മൾ കണ്ടു. ആ ഒരു സാഹചര്യത്തിൽ പോലും ഭാഗ്യലക്ഷ്മി രാഷ്ട്രീയമായി തന്നെ ഇതിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ നടിയോട് സംസാരിക്കാനോ ഈ വിധി വന്നതിന് പിന്നാലെ അവരെ വിളിച്ച് കാര്യം പറയാനോ അല്ലെങ്കിൽ ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാനോ ഈ സംഘടനകൾ ആരും തയ്യാറെടുത്തില്ല. എന്നാൽ നേരെ മറിച്ച് കുറ്റവിമുക്തനായ ദിലീപിനെ തിരികെ എത്തിക്കാനുള്ള വ്യഗ്രത അത് മാത്രമാണ് ഈ സംഘടനകൾക്ക് മുന്നിൽ നമ്മൾ മാധ്യമങ്ങൾ ഒട്ടാകെ തന്നെ ഇവർ സംസാരിക്കുമ്പോൾ പോലും കാണാൻ സാധിച്ചത്. അത് വ്യക്തമാണ്. അതിജീവിതയ്ക്കൊപ്പം നിൽക്കാനോ അല്ലെങ്കിൽ ആ നടിക്ക് സംഭവിച്ച കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നീതി കിട്ടിയോ എന്നോ ചോദ്യങ്ങൾക്കൊന്നുമല്ല അവിടെ പ്രസക്തി ഉയർന്നിരുന്നത്. ഈ സംഘടനയിലുള്ള തലപ്പത്ത് നിന്നവരെല്ലാവരും തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം ദിലീപിനെ തിരികെ എത്തിക്കുക, ദിലീപ് കുറ്റവിമുക്തനായി, അതുകൊണ്ട് ദിലീപിനെ തിരികെ എത്തിക്കാനുള്ള നടപടികളിലേക്ക് ആലോചിക്കുന്നു, ഫെഫ്ക ആലോചിക്കുന്നു, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആലോചിക്കുന്നു, ഇതാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ വ്യക്തമാണ് ഈ നടിക്ക് നീതി കിട്ടണമോ അതോ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള വ്യഗ്രതയാണോ ഈ സംഘടനകൾക്കുള്ളത് എന്നുള്ളത് തന്നെ അവിടെ നിന്നും വ്യക്തമായി മാറുകയാണ്. മാത്രമല്ല ഭാഗ്യലക്ഷ്മി പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം താൻ അതിജീവിതയ്ക്കൊപ്പമായിരുന്നു, താൻ ഉറങ്ങിയിട്ടില്ല എന്നതും ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ പോലും അവളുടെ കൂടെ നിന്നില്ലെങ്കിൽ ഇനിയും ഞാൻ ഇതിൽ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ, ഇനിയും ഫെഫ്കയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഞാൻ കാണിക്കുന്നത് നാടകമാണെന്ന് ജനങ്ങൾ കരുതും, അതുകൊണ്ട് തന്നെ ഞാൻ രാജിവെക്കുകയാണെന്നുള്ളത് ഈ ഫെഫ്കയുടെ ആക്റ്റീവ് മെമ്പറായ ഭാഗ്യലക്ഷ്മി, ഫെഫ്ക തുടങ്ങിയ കാലം മുതലുണ്ടായിരുന്ന ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ തന്നെ അതിനകത്ത് ആ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഇത് ഭാഗ്യലക്ഷ്മിയുടെ മാത്രം ശബ്ദമല്ല, തുടർന്നുള്ള ദിവസങ്ങളിലും ഭാഗ്യലക്ഷ്മിയുടെ ഈ നിലപാടിനൊപ്പം തന്നെ നിൽക്കുന്ന, ഭാഗ്യലക്ഷ്മിക്കൊപ്പം തന്നെ പടിയിറങ്ങാൻ പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. സ്വാഭാവികമാണ്. ദിലീപിനെ തിരികെ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇനിയും ഒരുപാട് രാജികൾ കാണുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഈ വിധിയല്ല ഇനിയും ഹൈക്കോടതിയിലേക്ക് നീങ്ങും. ഈ കേസിന് ഇതുവരെ ഒരു അന്ത്യം വന്നിട്ടില്ല. ഇനിയും സർക്കാർ ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്, വീണ്ടും ഒരു കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെ മുന്നോട്ട് പോകും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതൊരു അന്തിമ വിധിയല്ല എന്ന് തന്നെയാണ് ഭാഗ്യലക്ഷ്മിയും പറയുന്നത്. കീഴ്ക്കോടതി വിധി അനുസരിച്ചല്ല പോകുന്നത്, ഇതല്ല അവസാന വിധി, സുപ്രീം കോടതി വരെ ഈ കേസ് മുന്നോട്ട് പോകും. അതുവരെ തൻ്റെ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും, താൻ അതിജീവിതയ്ക്കൊപ്പമാണ്, നീതി കിട്ടുന്നത് വരെ തന്നെ തുടരുകയും ചെയ്യുന്നത് എന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ ഭാഗ്യലക്ഷ്മിക്കൊപ്പം പടിയിറങ്ങാൻ ഇനിയും സാധ്യതകളുണ്ട്. ഇനിയും വലിയ പേരുകൾ ഈ ഫെഫ്കയിലും KFPയിലെയും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ കണ്ടാണ്. മാത്രമല്ല ഈ സ്ത്രീകൾക്കെതിരെ ഈ അസോസിയേഷൻ നടത്തുന്ന നിലപാടുകൾ നമ്മൾ പലപ്പോഴായി ചോദ്യം ചെയ്യണമല്ലോ. ഇതിപ്പോൾ സാൻഡ്ര തോമസിന് ഉൾപ്പെടെ പരസ്യമായി നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ സംഘടനകൾ ആർക്കൊപ്പമാണ് എന്നൊരു വലിയ ചോദ്യവും കൂടിയുണ്ട്. സ്ത്രീകൾക്കൊപ്പമാണോ അല്ലെങ്കിൽ നീതിക്കൊപ്പമാണോ, അല്ലെങ്കിൽ ഒരു നടനെ പുറത്താക്കിയതിന് പിന്നാലെ അയാൾ കുറ്റവിമുക്തനാണെന്ന് പറയുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ അയാളെ തിരികെ എടുക്കുക, ഒരു തരത്തിലുള്ള ചർച്ചയില്ലാതെ അയാളെ തിരികെ എടുക്കാനുള്ള വ്യഗ്രതയാണ്. എന്താണ് ഈ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആശയം, എന്താണ്, ആർക്കൊപ്പമാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ്. മാത്രമല്ല അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗുമായി മുന്നോട്ട് വന്ന റിമ കല്ലിങ്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ രമ്യ നമ്പീഷൻ ആയിക്കോട്ടെ, WCC ഉൾപ്പെടെയുള്ളവർക്കായിക്കോട്ടെ, കമന്റ് സെക്ഷനിൽ നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിയിങ്, സോഷ്യൽ അതിക്രമം നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലുള്ള അതിക്രമങ്ങൾ വീണ്ടും വീണ്ടും തുടരുന്നൊരു പശ്ചാത്തലത്തിൽ ഭാഗ്യലക്ഷ്മി ഈ ഫെഫ്കയിൽ നിന്നും രാജിവെക്കുകയാണെന്ന് പറഞ്ഞതിന് പിന്നാലെ അവർ നേരിടുന്ന സൈബർ അറ്റാക്ക്, ഇതൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള അറ്റാക്ക് സംഭവിക്കുന്നുണ്ട്. ഈ സംഘടനകൾ മാത്രമല്ലാതെ ഇവർക്കെതിരെ നടിക്ക് വേണ്ടി സംസാരിച്ചാൽ, നീതിക്ക് വേണ്ടി സംസാരിച്ചാൽ ഇവർക്കെതിരെ ഒരു സൈബർ അറ്റാക്ക്, ഇവർക്ക് സിനിമയിൽ നിന്നും മാറ്റപ്പെടുക എന്നുള്ള സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. നടിക്ക് വേണ്ടി സംസാരിച്ച എത്രയോ നായികമാർ ഇപ്പോൾ സിനിമയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. നീതിക്ക് വേണ്ടി പോരാടിയ ഒറ്റ കാരണം കൊണ്ട് ഇപ്പോഴും സിനിമകൾ കിട്ടാതെ നിൽക്കുന്ന നായികമാർ നമ്മുടെ മുന്നിലുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ കണക്ക് കൂട്ടുമ്പോഴാണ് വീണ്ടും ഇതേ വ്യക്തിയെ തിരിച്ച് സംഘടനകളിലേക്ക് എടുക്കാനുള്ള നിലപാടാണ് എടുക്കുന്നതെങ്കിൽ എവിടെ നടിയോട് സംസാരിക്കാൻ ഇത്രയും നാളും തയ്യാറാകാത്തവർ, വിധി വന്നതിന് ശേഷമെങ്കിലും ഈ സംഘടനയുള്ള ആരെങ്കിലും ആ നടിയെ വിളിച്ചൊന്ന് സംസാരിക്കാനോ സമാധാനിപ്പിക്കാനോ എന്തെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ? ശരി, അത് പ്രസക്തമായ കാര്യം. യെസ് ഹരി, ഒരു കാര്യം കൂടി, ഇന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി, സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി ദിലീപ് വീടിന് പുറത്തേക്ക് വന്നു. അദ്ദേഹം പക്ഷേ മാധ്യമങ്ങളെല്ലാം കാത്തു നിന്നെങ്കിൽ കൂടിയും ഒരു കാര്യവും പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഇന്നലെ കോടതി വിധി പുറത്തു വന്നതിന് ശേഷം മഞ്ജു വാര്യരുടെ പേര് പരാമർശിച്ചുകൊണ്ട് ദിലീപ് ഒരു പ്രകോപനത്തിന് ശ്രമിച്ചു എന്നതാണ് പൊതുവിലുണ്ടായ കാര്യം. അതിന് സമാനമായ തുടർ നീക്കങ്ങൾ ദിലീപിൽ നിന്ന് കണ്ടിട്ടില്ല. ഒപ്പം തന്നെ ഈ സിനിമാ സംഘടനകൾ ഒന്നടങ്കം ദിലീപിനെ തിരികെ എടുക്കാൻ ശ്രമിക്കുന്നു. ഈ വിഷയത്തിൽ ദിലീപിൻ്റെ തുടർ നീക്കം എന്താണ്? കത്ത് നൽകി മുന്നോട്ട് പോകാനാണോ? ദിലീപുമായി അടുത്ത കേന്ദ്രങ്ങൾ ഇക്കാര്യങ്ങൾ എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ ഹരി?
ഈ കോടതിയിൽ നിന്ന്, അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് പടിയിറങ്ങി പുറത്തേക്ക് വന്ന ദിലീപിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് വ്യക്തമാണ് ദിലീപ് ഈ 9 വർഷത്തോളം മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ വരാതെ ആദ്യം പറഞ്ഞത് മഞ്ജു വാര്യർക്കെതിരെയാണ്. ആദ്യം മഞ്ജു വാര്യർക്കെതിരെ സംസാരിക്കുന്നു, പിന്നീട് വനിതാ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ബി സന്ധ്യക്കെതിരെ തന്നെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമങ്ങളെ കളിയാക്കുകയാണ് ചെയ്തത്. നിങ്ങൾ 9 വർഷം നിങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി പോകുന്ന ദിലീപിനെയാണ് കണ്ടത്. അതായത് ബോഡി ലാംഗ്വേജിൽ മൊത്തം ദിലീപിനുണ്ടായ ഒരു മാറ്റമുണ്ട്. അതിനുശേഷം ദിലീപ് ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്ന ഒരു കാര്യം, തനിക്കെതിരെയാണ് ഗൂഢാലോചന സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. ദിലീപ് കൃത്യമായി തന്നെ തനിക്കെതിരെയാണ് ഗൂഢാലോചന സംഭവിച്ചതെന്ന് കഴിഞ്ഞ ദിവസം ആ കോടതി വളപ്പിൽ നിന്ന് സംസാരിച്ചത് തൊട്ട് ഇനി കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതും ആ ഒരു ആംഗിളിൽ തന്നെയായിരിക്കും. ദിലീപ് കൃത്യമായി പറയുന്നുണ്ട് തനിക്കെതിരെയാണ് ഗൂഢാലോചന സംഭവിച്ചത്, അത് താൻ തെളിയിക്കും. കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കുടുക്കാൻ വേണ്ടി മാത്രം കെട്ടിച്ചമച്ചതാണ് ഈ കേസ്, മഞ്ജു പറഞ്ഞ ഗൂഢാലോചനയിൽ നിന്നാണ് ഈ കേസ് ആരംഭിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ കൃത്യമായി തനിക്കെതിരെയാണ് ഗൂഢാലോചന എന്ന് സ്ഥാപിക്കാനായി ദിലീപ് തുടർ നീക്കങ്ങൾ കളിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് തന്നെയാണ് ദിലീപ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും ആ രീതിയിൽ തന്നെ മാറും. ഇന്ന് വോട്ട് ഇടാൻ വേണ്ടിയിട്ട് ദിലീപ് എത്തുമ്പോൾ പോലും വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി തൻ്റെ ഭാര്യയ്ക്കൊപ്പം ദിലീപ് എത്തുമ്പോൾ പോലും ദിലീപിൻ്റെ നീക്കം ഇത് തന്നെയാണ്, തനിക്കെതിരെയാണ് ഗൂഢാലോചന എന്ന് വരുത്തി തീർക്കുക, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് ദിലീപ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. സഹിതം യെസ്, അതാണ് സാഹചര്യം. ഇതിനിടയിൽ ദിലീപിൻ്റെ തുടർ നീക്കം കൂടി പ്രസക്തമായ കാര്യമാണ്. ഈ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് നിയമ നടപടിക്ക് ആലോചിക്കുന്നു. തന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുക പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കം അങ്ങനെ ഉണ്ടായി എന്നതാണ് ദിലീപ് ഉന്നയിക്കുന്ന ആരോപണം. ഇക്കാര്യത്തിൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഒപ്പം ഇതിൻ്റെ നിയമ നീക്കത്തിനും കൂടിയാണ് ദിലീപിൻ്റെ നീക്കം. എന്തായാലും ദിലീപിൻ്റെ ഈ നീക്കം മുഖ്യമന്ത്രി തള്ളുകയാണ്. ഒരു തരത്തിലുള്ള ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ വാദം. പോലീസ് ഗൂഢാലോചന നടത്തിയെന്നത് ദിലീപിൻ്റെ തോന്നലാണെന്നും മുന്നിൽ വന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി സ്വീകരിച്ചതെന്നും ഇന്ന് കണ്ണൂരിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു നിലപാട് വന്നു, ബാക്കി കാര്യങ്ങളും കൂടി വരുമ്പോഴാണല്ലോ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രോസിക്യൂഷൻ രംഗം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പൊതുവെ ഉണ്ടായ ധാരണ. എല്ലാ ഘട്ടത്തിലും ആ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹവും നിയമവൃത്തങ്ങളുമെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നുവെന്ന സന്ദേശം തന്നെയാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൊതുവിലുണ്ടാക്കിയിട്ടുള്ളത്. കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിൻ്റെ നിയമപരമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് തുടർ നടപടികൾ എന്തൊക്കെ വേണമെന്നത് തീരുമാനിക്കാനാവും. ഇതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. എന്തായാലും ദിലീപിന്റെ വാദം മുഖ്യമന്ത്രി തള്ളിക്കളയുകയാണ്. പ്രോസിക്യൂഷനെതിരെ ഗൂഢാലോചന വാദം ഉന്നയിച്ച ദിലീപിന്റെ വാദം മുഖ്യമന്ത്രി തള്ളുമ്പോൾ ഇതിനകത്ത് ഇനി അങ്ങോട്ട് നിൽക്കാൻ പോകുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടിയുടെ സൂചനകളുണ്ട്. ദിലീപ് അന്വേഷണ സംഘത്തെ ചോദ്യം ചെയ്യുമ്പോൾ ദിലീപിന് പിന്തുണ നൽകിക്കൊണ്ട് നിലപാടെടുക്കുന്നവരും സമൂഹ മാധ്യമങ്ങളിലും ചെറുതല്ല. അതിന് ചില പക്ഷം ചേരലുകൾ സ്വാഭാവികമായിട്ടുണ്ട്. ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നു, അന്വേഷണ ഉദ്യോഗസ്ഥയടക്കം പരാമർശിച്ചുകൊണ്ടുള്ള ഈ നീക്കത്തിൻ്റെ രാഷ്ട്രീയം എന്തെന്ന് കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആജ്ഞ, ദിലീപ് ഇത്തരം ഒരു നിലപാട്, ഒരു അഭിമുഖത്തിലൂടെ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിന് പിന്നിൽ ദിലീപിൻ്റെ തുടർ നീക്കം വ്യക്തമാണ്. ഒരുപക്ഷെ നിയമപരമായി ദിലീപ് മൂവ് ചെയ്തേക്കാം, അല്ലെങ്കിൽ സർക്കാരിന് മുന്നിലേക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്, തനിക്കെതിരെ നടത്തിയത് ഗൂഢാലോചനയല്ലേ. യഥാർത്ഥത്തിൽ പോലീസിനെയാണ് ദിലീപ് ലക്ഷ്യം വെച്ച് നേരിട്ട് പറയുന്നതെങ്കിലും അന്ന് ആ തീരുമാനമെടുത്ത രാഷ്ട്രീയ നേതൃത്വത്തെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടല്ലേ ദിലീപിൻ്റെ ഈ നീക്കം? തീർച്ചയായിട്ടും സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഹിന്ദു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ദിലീപ് SITക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. SIT സർക്കാരിനെ പോലും
തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള അന്വേഷണവും മാത്രമല്ല അത്തരം ഗൂഢാലോചനയുമാണ് തന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും ഇന്നലെ തന്നെ ഈ വിധി, അതായത് ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി വന്ന സാഹചര്യത്തിലും ദിലീപിന്റെ ആദ്യ പ്രതികരണം അങ്ങനെയായിരുന്നു. മഞ്ജു തുടങ്ങി വെച്ചെടുത്തൊന്നും പ്രത്യേകിച്ചും നമുക്കറിയാം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ അന്ന് അതിജീവിതയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മ സംഘടിപ്പിച്ചൊരു യോഗത്തിലാണ് മഞ്ജു വാര്യർ ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, അത് വ്യക്തമാണ്, അതിന് പിന്തുണ നൽകണം, അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ, അത് പുറത്തു കൊണ്ടുവരാൻ പിന്തുണ നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത് ആ സാഹചര്യത്തിലാണ്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ്. പക്ഷേ സജിത്ത് സൂചിപ്പിച്ചതുപോലെ പിന്നീട് ഒരിടത്തും മഞ്ജു വാര്യരെ അത്തരത്തിൽ കോട്ട് ചെയ്യുകയോ അത്തരം പ്രകോപനപരമായിട്ടുള്ള കമന്റുകൾ പറയുകയോ ദിലീപ് ചെയ്തില്ല. പക്ഷേ ദിലീപ് ഈ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. അവരും ഒരു അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥയും അവരോടൊപ്പം ഉണ്ടായിരുന്ന ക്രിമിനൽ ബുദ്ധിയുള്ള ചില പോലീസുകാരും ചേർന്നിട്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള വലിയ ഗൂഢാലോചനയുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് ദിലീപ് കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. അതേ കാര്യം തന്നെ ദിലീപ് ആവർത്തിക്കുകയാണ്. തന്റെ കരിയറും ജീവിതവും ഇമേജും ഒക്കെ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജീവിതവും ഇമേജും ഒക്കെ ഇല്ലാതാക്കുകയാണ് അവർക്ക് ലക്ഷ്യമുണ്ടായത്. ആദ്യഘട്ടത്തിൽ ആദ്യ 4 മാസം അതിജീവിത തന്നെ പറ്റി സംസാരിച്ചിരുന്നേയില്ല. താനും അതിജീവിതയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. താനും അതിജീവിതയും തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നതായി അറിയില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ദിലീപ് ഈ അഭിമുഖത്തിലൂടെ പറയുന്നത്. മാത്രമല്ല ഈ അന്വേഷണ സംഘങ്ങൾ തന്നെ 13 മണിക്കൂർ ചോദ്യം ചെയ്തുവെന്നുള്ള മാധ്യമങ്ങളുടെ അസസ്മെന്റ് തെറ്റാണ്. അത്തരത്തിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. തന്നെ 1.5 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. അതേസമയം നമുക്കറിയാം 13 മണിക്കൂറാണ് അന്ന് 2017 ജൂൺ 28 ദിലീപിനെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ ആദ്യം വിളിക്കുന്നത്. ദിലീപിനെ നാദൃശ്യയുമാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. 13 മണിക്കൂറായിരുന്നു ആ ചോദ്യം ചെയ്യൽ നീണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ബാക്കിയുള്ള സമയങ്ങളിൽ തന്നോട് വെറുതെ സംസാരിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ദിലീപിന്റെ ഭാഗം. അതിനുശേഷം ജൂലൈ 10 വീണ്ടും ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന ദിവസമാണ് വീണ്ടും അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരം സാഹചര്യങ്ങൾ ഇപ്പോഴും അന്ന് അതിൽ വാദമുഖം ഉന്നയിക്കാതെ ഇപ്പോൾ ദിലീപ് ഇതുമായി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്ന സാഹചര്യം കൂടി ആലോചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിലീപ് ഈ വിഷയത്തിൽ പ്രധാനമായി ഉന്നയിക്കുന്നത് SIT ഈ വിഷയത്തിൽ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. 8 വർഷം തന്റെ കരിയർ കളഞ്ഞു കുളിച്ച സാഹചര്യം, തന്റെ ജീവിതത്തിൽ തനിക്ക് ബുദ്ധിമുട്ടും അപമാനവും ഉണ്ടാക്കിയ സാഹചര്യം, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. അതേസമയം അമ്മയിലേക്ക് തിരിച്ചെടുക്കുന്ന കാര്യം ചോദിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് അത് തീരുമാനിക്കാം, അത് സംഘടനയാണ് തീരുമാനിക്കേണ്ടത്. താൻ അമ്മയിലേക്ക് തിരിച്ചു പോകണോ വേണ്ടയോ അല്ലെങ്കിൽ തനിക്ക് അംഗത്വം തിരിച്ചു നൽകുമോ എന്നുള്ള കാര്യത്തിൽ സംഘടനയാണ് അതിൽ അവസാന തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ കുറ്റവിമുക്തനായിരിക്കുന്ന സാഹചര്യത്തിൽ അത് അമ്മയ്ക്ക് തീരുമാനിക്കാമെന്ന് തന്നെയാണ് ദിലീപ് മുന്നോട്ട് വയ്ക്കുന്നതും. അടിയന്തരമായി ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ ദിലീപിനെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യം വിവാദമായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഒരു പരാമർശം കൂടി ദിലീപ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ദിലീപ് കുറ്റവിമുക്തനായതോടുകൂടി ദിലീപ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യവും വിമർശനവും SITക്കെതിരെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ തന്റെ പേര് പരാമർശിക്കുന്നത് ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് താൻ ഇതിൽ പെട്ടുപോയത്. അല്ലാതെ ഈ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം അത് ആദ്യഘട്ടത്തിൽ ദിലീപിന്റെ പേരുണ്ടായിരുന്നില്ല. രണ്ടാമത് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ദിലീപ് പ്രതിയാണ്, 8ാം പ്രതിയായി ദിലീപിനെ ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യ 7 പ്രതികളെ ചേർത്തിട്ടായിരുന്നു ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചത്. പിന്നീട് ദിലീപിനെ അറസ്റ്റ് ചെയ്ത ശേഷമാണ് 8ാം പ്രതിയായി ദിലീപിനെ കൂടി പ്രതി ചേർക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിലെ കുറ്റപത്രത്തിലുണ്ടായിരുന്ന 6 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി ഇന്നലെ വിധിക്കുകയും ചെയ്തു. അതേസമയം ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുന്ന ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പ്രോസിക്യൂഷൻ ആ വിഷയത്തിൽ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജഡ്ജ് ഈ ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്ന നടപടിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. ഇത് വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും കേരളത്തിലെ സ്ത്രീ സുരക്ഷയെ വരെ ചോദ്യം ചെയ്ത തരത്തിലേക്കുള്ള ചർച്ചകൾക്ക് വഴിവെക്കാനും വിമർശനങ്ങൾക്ക് വഴിവെക്കാനും ഈ ഒരു വിധിന്യായം വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളത് വേണം വ്യക്തമാക്കാൻ. എന്നിരുന്നാലും ഈ ദിലീപ് ഇപ്പോൾ ദേശീയ തലത്തിലുള്ള ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയുള്ള ഹിന്ദു പത്രത്തിന് നൽകിയുള്ള അഭിമുഖത്തിലാണ് ഈ കാര്യം വ്യക്തമായിരിക്കുന്നത്. അതുകൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ SITക്ക് മുൻപാകെ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ പ്രതിയാക്കിയത്. അത്തരത്തിൽ SIT സർക്കാരിനെ കബളിപ്പിച്ചിട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. സജിത്, നടിയെ ആക്രമിച്ച കേസ് കേരളം വർഷങ്ങളോളം ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. ഒടുവിൽ ആ വിധിയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ തീരുന്നില്ല വിവാദങ്ങൾ, തുടർ വിവാദങ്ങളാണ്. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു. പക്ഷേ അതിജീവിത നീതി തേടി ഇപ്പോഴും അലയുകയാണ്. തന്നെ ആക്രമിച്ചതിന് പിന്നിൽ എന്ത് ഗൂഢാലോചന നടന്നു, ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആര് എന്ന കാര്യത്തിലേക്ക് ഇതുവരെയും അന്വേഷണം എത്തിയിട്ടില്ല, അല്ലെങ്കിൽ കോടതി അത് അംഗീകരിക്കാൻ
തയ്യാറായിട്ടില്ല. എന്തായാലും നീതി തേടി അതിജീവിതയ്ക്കൊപ്പം ഇനിയും ആരൊക്കെ ഉണ്ടാകുമെന്ന ചോദ്യമാണ്. ദിലീപിൻ്റെ വിജയം ആഘോഷിക്കപ്പെടുമ്പോൾ മറുവശത്ത് അതിജീവിതയുടെ ദുഃഖം കാണാതെ പോകുന്നുണ്ട്. എന്തായാലും ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാൻ സർക്കാരെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങളുമൊക്കെ ആ തരത്തിലുള്ള ഒരു പിന്തുണ അവർക്ക് നൽകുമെന്നും നമുക്ക് കരുതാം. തടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ തുടർ വാർത്തകൾ നമുക്ക് വരുന്ന മണിക്കൂറുകളിലും പ്രതീക്ഷിക്കാം. മറ്റു വാർത്തയിലേക്ക് പോകാം. കാസർഗോഡ് ചിറ്റാരിക്കൽ സബ് ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാവിന്റെ നിർബന്ധിത പിരിവും ഭീഷണിയുമെന്ന് പരാതി. കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ റോഷി ജോസാണ് ലോഡ്ജ് ഉടമയ്ക്കെതിരെ വധഭീഷണി മുഴക്കിയത്. ചെറുപുഴ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുമെന്നും സംരംഭം നശിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. സംഭവത്തിന് ശേഷം നിരന്തരം വധഭീഷണി മുഴക്കുന്നതായും സംരംഭകൻ യേശുദാസ് തോമസ് പറയുന്നു. സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ ഇദ്ദേഹം പരാതി നൽകി. ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പരാതി സമർപ്പിച്ചത്. റോഷി ജോസ് ചെറുപുഴ പഞ്ചായത്തിലെ 10ാം വാർഡ് സ്ഥാനാർത്ഥി കൂടിയാണ്. എന്നെ മാന്യത പഠിപ്പിക്കാനും ഞങ്ങൾ കെട്ടി നമ്മുടെ കാര്യങ്ങൾ സന്തോഷം. നമുക്ക് ഇനിയും കാണാം. യേശുദാസ് നല്ലൊരു സംരംഭമായിട്ട് ഞാനും നല്ല സംരംഭമായിട്ട് ഇനിയും വരും. നമ്മൾ കാണുകയും ചെയ്യും. നമ്മൾ തമ്മിൽ നല്ല ബന്ധത്തിൽ പോവുകയും ചെയ്യും. നല്ല ബന്ധത്തിൽ കുറിച്ച് നോക്കണം. നല്ല ബന്ധത്തിൽ കുറിച്ച് നോക്കണം. എന്റെ പോലെ നമ്മള് മനുഷ്യരെ ഉപദ്രവിക്കാൻ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. നീ പറഞ്ഞ നിന്നെ മര്യാദ നമുക്കറിയാം. നീ കുറിച്ച് വെച്ചോ. നീ ഇവിടെ ഞാൻ ഇപ്പം പറഞ്ഞു ഈ നല്ല ദിവസം നീ കുറിച്ച് വെച്ചോ. നീ ഇതിനെ അനുഭവിച്ചു എന്നാ അനുഭവിക്കുന്നത്? ഞാൻ പിന്നെ പറയാം. കഴിഞ്ഞ ഒക്ടോബർ 15-ാം തീയതി എൻ്റെ കുണ്ടനിർത്തുള്ള ഒരു സ്ഥാപനത്തിൽ പാലാവയിൽ സ്കൂൾ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് 3 അധ്യാപകർ, റോഷി മാഷ് അടക്കമുള്ള 3 അധ്യാപകർ അവിടെ വരികയും അവരെന്നോട് ഒരു 10,000 രൂപ സംഭാവന ആവശ്യപ്പെടുകയും ചെയ്തു. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, വരുമാനമൊന്നും ആയിട്ടില്ല. ഒരു മാസം എനിക്ക് 7,500 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 2 സ്റ്റാഫിനായിട്ട് 30,000 രൂപ എനിക്ക് ചിലവുണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ പോകുന്നത്. എനിക്ക് അത്രയും രൂപ തരാനില്ല, ഞാനൊരു 1000 രൂപ തരാമെന്ന്. അപ്പം അവരാദ്യം നിർബന്ധിച്ചു. പിന്നീട് ഞാൻ തരുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ റോഷി മാഷ് 2,000 രൂപയുടെ ഒരു രസീത് എനിക്ക് എഴുതി തന്നു. 2 കൂപ്പൺ മുറിച്ച് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു ഞാൻ 1000 രൂപ തരുള്ളൂ എന്ന് പറഞ്ഞാൽ 1000 രൂപ കൊടുത്തു. ബാക്കി 1000 രൂപയുടെ കൂപ്പൺ തിരിച്ചു കൊടുക്കും. റോഷി മാഷ് പെട്ടെന്ന് എന്നെ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയും നീ കോഴിച്ചാലിലുള്ളവരല്ലേ, നീ കോഴിച്ചാലിലേക്ക് വാ, അവിടെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക ചെയ്തു. ഗുണ്ടായസം കളിക്കേണ്ടവർക്ക് ഗുണ്ടായസം ഞങ്ങൾ കളിച്ചിരിക്കും എന്നും പറഞ്ഞാൽ താഴോട്ടിറങ്ങി വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു. ഞാൻ ഈ വിവരം പോലീസ് സൂപ്രണ്ടിനെ അറിയിച്ചിട്ടുണ്ട്, ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. KV ബൈജു ആണ് നമുക്കൊപ്പം ചേരുന്നത്. ബൈജു, എന്താണ് ഈ ആക്ഷേപത്തിൽ, ഇതിന്റെ വസ്തുത എന്താണ്? പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും സൈറ്റ് തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരു സ്ഥാനാർത്ഥി, അതായത് ഈ റോഷി ജോസ് എന്ന് പറയുന്നയാൾ UDFന്റെ ചെറുപുഴ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് നേരെയാണ് ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുന്നതിൽ ദൃശ്യങ്ങൾ സഹിതമാണ് ഈ ലോഡ്ജ് ഉടമയായ യേശുദാസ് തോമസ് എന്ന് പറയുന്നയാൾ ഈ പരാതി സമർപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇദ്ദേഹം പറയുന്നത് ഈ ചിറ്റാരിക്കാൽ സബ് ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് പിരിവിന് വരികയും 10,000 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ ലോഡ്ജ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ലാഭത്തിലല്ല താൻ, അതുകൊണ്ട് തന്നെ തനിക്ക് 7,000-ഓളം രൂപ മാത്രമേ ഈ മാസം ആകെ കിട്ടിയുള്ളൂ. 30,000-ഓളം രൂപ ഈ തൊഴിലാളികൾക്ക് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഒരു 2,000 രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും തന്നെ ഭീഷണിപ്പെടുത്തിയ
സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കുറേയൊക്കെ ഈ ദൃശ്യങ്ങളിൽ വന്നിട്ടുണ്ട്, ഈ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. ഇയാളെ കാറിൽ കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാളെ ആക്രമിച്ചെന്നാണ് മറ്റൊരു പരാതി കൂടെ പറയുന്നത്. ഏതായാലും ഈ കേസിൽ DGPക്കും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെ ഇപ്പോൾ ഈ യേശുദാസ് എന്ന് പറയുന്ന ഈ ലോഡ്ജ് ഉടമ പരാതി നൽകിയിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തുന്നു. അതുമാത്രമല്ല നിരന്തരം ഈ സ്ഥാപനം അടച്ചുപൂട്ടിക്കും. നമുക്കറിയാം ചെറുപുഴ പഞ്ചായത്ത് എന്ന് പറയുന്നത് LDFും UDFും ബലാബലം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ അടുത്ത ഭരണം വരുമെന്നാണ് ഇയാളോട് പറയുന്നത്. അങ്ങനെ ഈ ലോഡ്ജ് പൂട്ടിക്കും എന്നൊരു ഭീഷണിപ്പെടുത്തി ഉണ്ട്. അതിൽ കുറേയൊക്കെ ആ ദൃശ്യങ്ങളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കാം. ആ ഭീഷണിപ്പെടുത്തുന്നതിന് കുറേ കാര്യങ്ങൾ ഏതായാലും ഇതിൽ വസ്തുതയുണ്ട്. ഈ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഈ റോഷി ജോസ് എന്ന് പറയുന്ന അധ്യാപകൻ നേരത്തെയും ചില കേസുകളിലൊക്കെ പ്രതിയാണെന്ന വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ ദൃശ്യങ്ങൾ സഹിതമാണ് ഈ യേശുദാസ് തോമസ് പരാതി നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ പോലീസ് അന്വേഷണം ആരംഭിച്ച് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇയാൾ ഒരു സ്ഥാനാർത്ഥി എന്ന് ഓർക്കണം. തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒക്ടോബർ 15 നടന്നൊരു സംഭവമാണ്. ആദ്യം ഇതൊരു ഒത്തുതീർപ്പിലേക്ക് പോയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് വീണ്ടും തുടരെ ഭീഷണി വന്നതുകൊണ്ടാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരുന്നതെന്നാണ് ഈ യേശുദാസ് തോമസ് എന്ന് പറയുന്ന ലോഡ്ജ് ഉടമ വ്യക്തമാക്കുന്നത്. സൈറ്റ് എന്തായാലും ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥി തന്നെ ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വ്യവസായിയെ ബന്ധപ്പെടുന്നു. തുടർന്നാണ് ഇത്തരമൊരു നീക്കപ്പെടുന്നത്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഇതാണ് ബൈജു വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു തലേന്നാണ്, വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു തലേന്നാണ് ഇത്തരമൊരു വിവാദം ഉയരുന്നത്. നമ്മുടെ കാര്യങ്ങൾ സന്തോഷം. നമുക്ക് ഇനിയും കാണാം. യേശുദാസ് നല്ലൊരു സംരംഭമായിട്ട് ഞാനും നല്ല സംരംഭമായിട്ട് ഇനിയും വരും. നമ്മൾ കാണുകയും ചെയ്യും. നമ്മൾ തമ്മിൽ നല്ല ബന്ധത്തിൽ പോവുകയും ചെയ്യും. നല്ല ബന്ധത്തിൽ കുറിച്ച് നോക്കണം. നല്ല ബന്ധത്തിൽ കുറിച്ച് നോക്കണം. എന്റെ പൊന്നു റോട്ടുമാണ് നമ്മള് മനുഷ്യരെ ഉപദ്രവിക്കാൻ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. നീ പറഞ്ഞ നിന്നെ മരുന്ന് നമുക്കറിയാം. നീ കുറിച്ച് വെച്ചോ. നീ ഇവിടെ ഞാൻ ഇപ്പം പറയുന്നു, ഈ നല്ല ദിവസം നീ കുറിച്ച് വെച്ചോ. നീ ഇതിനെ അനുഭവിച്ചു എന്നാ അനുഭവിക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞല്ലോ. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. യാത്രക്കാരുമായി പോയ വേണാട് ബസിന്റെ ഇടതുവശത്ത് മുൻഭാഗത്തെ ടയറാണ് ഊരിയത്. ആറ്റിങ്ങലിൽ നിന്നും കിളിമാനൂരിലേക്ക് യാത്രക്കാരുമായി പോയ ബസിന്റെ ടയർ ഊരിത്തെറിക്കുകയും ബോഡി റോഡിൽ ഇടിച്ച് നീങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അടിച്ച് പൊക്കിയിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് കൊണ്ടുപോകും. വാടക ആറ്റിങ്ങൽ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, വലിയ അപകടമാണ്. ഒപ്പം ബസ്സുകളുടെ ദുരവസ്ഥ അതിൻ്റെ ഏറ്റവും വലിയ വ്യക്തത കൂടിയാണ് ഇതിൽ ഉണ്ടാവുന്നത്. എന്താണ് സംഭവിച്ചത്? മറ്റപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും സജിത്, ഭാഗ്യം കൊണ്ട് തന്നെ എന്ന് പറയാം, വലിയൊരു അപകടമാണ് ഒഴിവായത്. കാരണം ഇത് ആറ്റിങ്ങലിൽ നിന്നും ദേശീയപാത വഴി കിളിമാനൂരിലേക്ക് വരുന്ന വഴിയിലായിരുന്നു ഈ വാഹനം അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിൽ നിന്നും കിളിമാനൂർ റോഡിലേക്കുള്ള ഇട റോഡിലേക്ക് വാഹനം തിരിഞ്ഞ് കേവലം തുച്ഛമായ മീറ്ററുകൾ മാത്രം പിന്നിടുന്ന ആ സാഹചര്യത്തിലാണ് ഈ വാഹനത്തിന്റെ മുൻഭാഗത്തെ ടയർ വളരെ വലിയ ശബ്ദത്തോടു കൂടി ഇളകിത്തെറിക്കുകയും വാഹനം വശത്തേക്ക് നിരങ്ങി നീങ്ങി നിൽക്കുകയും ചെയ്തത്. ഈ സമയം ഈ റോഡിൽ തിരക്ക് കുറവായിരുന്നതും വഴിയാത്രക്കാരും തന്നെ വശത്ത് ഭാഗങ്ങൾ ഇല്ലായിരുന്നതും വലിയ അപകടമാണ് ഒഴിവാക്കിയത്. എന്തായാലും ഈ ബസ്സുകളുടെ ഒരു ശോചനീയാവസ്ഥ തന്നെയാണ് ഇതിന് കാരണമെന്ന് പറയാം. ശരിയായ ഒരു കാര്യക്ഷമതാ പരിശോധനയില്ലാതെ ഏകദേശം 15ഓളം യാത്രക്കാർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഈ യാത്രക്കാരുമായി പോകുന്ന സമയത്ത് ഉണ്ടായ അപകടം വലിയൊരു അപകടമാണ് ഒഴിവായതെന്ന് നമുക്ക് പറയാം. വലിയ അപകടമാണ് ഒഴിവായത്. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിൻ്റെ ടയർ ഊരിത്തെറിച്ചു. ടയറില്ലാതെ പോയ ബസ് സൈഡിൽ ബോഡി ഇടിച്ച് ടാർ റോഡിൽ ഇടിച്ചു നിൽക്കുന്ന അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആറ്റിങ്ങൽ നിന്നും കിളിമാനൂരിലേക്ക് പോയ ബസ്സിൻ്റെയാണ്
ഇത്തരമൊരു അവസ്ഥയുണ്ടായത്. വലിയ അപകടമാണ് ഉണ്ടായത്. യാത്രക്കാർ ഏറെ ഉണ്ടായിരുന്ന ട്രിപ്പാണ്. ഇതിനിടയിലാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. എന്താണ് സുരക്ഷാ പ്രശ്നങ്ങൾ, എന്താണ് ഉണ്ടായത്, പരിശോധന നടന്നില്ലേ? സാധാരണ ആക്സിഡൻറ്റിൽ മറ്റുമാണ് ഇത് തെറിച്ചു പോകുന്നത്, പക്ഷേ ഇത് സംഭവിച്ചത് മറ്റൊരു രീതിയിലാണ്. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, ഇത് സംബന്ധിച്ച് KSRTC എന്തെങ്കിലും വിശദീകരണമുണ്ടോ? കാരണം ഓരോ ബസ്സും ട്രിപ്പ് പുറപ്പെടും മുമ്പ് അതിൻ്റെ പരിശോധനയൊക്കെ പൂർത്തിയാക്കിയാലേ മുന്നോട്ട് പോവുക. സാധാരണ നമ്മൾ ആക്സിഡൻറ്റിലും മറ്റുമാണ് ഇങ്ങനെ ടയർ ഊരി തെറിച്ചു പോകുന്നത് കാണുന്നത്. ഇതെന്താണ് സംഭവിച്ചതെന്ന്? ഇത് കിളിമാനൂർ ഡിപ്പോയിലെ വാഹനമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഡിപ്പോയിലുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ കൃത്യമായ ഒരു മറുപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. പരിശോധിച്ച ശേഷം മാത്രമേ അപകട കാരണം സംബന്ധിച്ച വിവരങ്ങൾ പറയാൻ കഴിയൂ എന്നാണ് പറയുന്നത്. കൃത്യമായ ഒരു പരിശോധന ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് ഇതിൽ ഒരു അനുമാനിക്കേണ്ടി വരും. കാരണം ഈ വാഹനം സഞ്ചരിച്ചത് നിരപ്പായ റോഡിലൂടെയാണ്. ഈ ഭാഗത്ത് വലിയ ഗട്ടറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഉള്ള റോഡായിരുന്നില്ല. ഈ നിരപ്പായ റോഡിൽ വെച്ച് തന്നെയാണ് അപ്രതീക്ഷിതമായി ഈ വാഹനത്തിന്റെ ടയർ ഇളകിത്തെറിച്ചത്. അപ്പോൾ തീർച്ചയായും ഈ വാഹനത്തിന് നേരത്തെ ഉണ്ടായിരുന്ന കേടുപാടുകളുടെ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികളുടെ പരിഹരിക്കാത്തതിന്റെ കുറവ് തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്തായാലും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച ശേഷം അല്ലെങ്കിൽ പരിശോധന നടത്തിയ ശേഷം മാത്രമേ വിവരങ്ങൾ പറയാൻ കഴിയൂ എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഈ ഡിപ്പോ അധികൃതർ. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന്റെ ടയർ ഊരിത്തെറിച്ചു. വലിയ അപകടമാണ് ഒഴിവായത്. ആറ്റിങ്ങിൽ നിന്നും കിളിമാനൂർക്ക് പോയ ബസ്സിൽ നിന്നാണ് ഈ അപകടം ഉണ്ടായത്. ഇടവേളയാണ് അറിയുന്നത്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പോളിംഗ് 50% കടന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് വോട്ടെടുപ്പ് ദിനത്തിൽ UDFും BJPയും ചർച്ചയാക്കുന്നത്. എന്നാൽ സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമപ്രവർത്തനങ്ങൾ വോട്ടാകുമെന്ന് ഇടതുമുന്നണിയും പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വലിയ പോളിംഗ് ആണ്. ഉച്ചസമയമായി ഏകദേശം പകുതി സമയം പിന്നിട്ട് കഴിഞ്ഞു. വലിയ പോളിംഗ് ആണ് അനുഭവപ്പെടുന്നത്. പല പോളിംഗ് ബൂത്തുകളിലും ഉച്ചസമയത്തും വലിയ തിരക്ക് എന്നതാണ് പൊതുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ പോളിംഗ് ബൂത്തുകളുടെ ഒരു അവസ്ഥ എന്താണ്? രാവിലെ കണ്ട കൂട്ടത്തോടെയുള്ള തിരക്ക് പതിവിന് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അത് ഉച്ചസമയത്ത് ഒന്ന് മാറിയിട്ടുണ്ടോ? സജിത്ത്, ഏതാണ്ട് 53.9% പേരാണ് ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയത്. അതായത് 8,84,665 പേർ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു കണക്ക് വരുന്നത്. അതായത് ഇനിയൊരു 3-4 മണിക്കൂർ കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു 70% അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നഗരസഭയിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ വലിയ തിരക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ എടുത്ത് കാണാൻ സാധിക്കുന്നത്. ഇപ്പുറത്താണ് ബൂത്തുള്ളത്. ബൂത്തിൽ നിലവിൽ വോട്ടർമാരുടെ എണ്ണം വളരെ കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നഗരസഭയിലൊക്കെ ആദ്യഘട്ടത്തിൽ രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു സമയം കഴിഞ്ഞതോടുകൂടി ആ തിരക്ക് കുറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പക്ഷേ സാധാരണഗതിയിലൊക്കെ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു രീതി തന്നെയാണ്. ഇന്നൊരു പൊതു അവധി ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആളുകൾ എത്തുന്ന നിലയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും ആ നിലയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ 53% എന്നുള്ളത് ഏതാണ്ട് ഭേദപ്പെട്ട ഒരു പോളിംഗിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. എന്തായാലും ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഉച്ചയുടെ ഒരു ആലസ്യമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരു വലിയ തിരക്കിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടി വരും. നിലവിൽ എന്തായാലും ഈ ഒരു അവസ്ഥയാണുള്ളത്. 38ാം വാർഡാണ് കോട്ടയം നഗരസഭയുടെ പാണമ്പടി എന്ന സ്ഥലമാണ്. ഇവിടെയും ഏതാണ്ട് 50%-ലധികം പോളിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെയും വ്യക്തമാക്കുന്നത്. ഒരു കാര്യമുള്ളത്, ഏറ്റവും കൂടുതൽ പോളിംഗ് ഈരാറ്റുപേട്ട നഗരസഭയിലാണ്. അവിടെ ഏതാണ്ട് ഇതിനകം തന്നെ ഒരു 60%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ മറ്റ് സ്ഥലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ വൈക്കത്താണ് പോളിംഗ് കൂടുതൽ. അവിടെയും ഏതാണ്ട് വളരെ മുന്നോട്ട് തന്നെ കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വന്നു പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയൊരു തിരക്ക് ഈ സമയത്ത് അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ തവണ 73% കോട്ടയത്തെ ഒരു പോളിംഗ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മുന്നോട്ട് പോകുമോ താഴേക്ക് പോകുമോ എന്നുള്ളത് മാത്രമാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തവണ കോവിഡിൻ്റെ ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. കാലാവസ്ഥ വളരെ അനുകൂലമാണ്.
ഏതാണ്ട് അതിന് മുൻപത്തെ തവണ 78%-ലേക്കൊക്കെ പോളിംഗ് എത്തിയതാണ്. ആ നിലയിലേക്ക് പോകുമോ എന്നൊക്കെയുള്ളത് ഇനിയും അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ ജില്ലയിൽ പലയിടത്തും ആളുകളില്ലാത്ത പ്രശ്നം, വീടുകളിൽ ആളില്ല, പലരും വിദേശത്തേക്ക് കുടിയേറുന്ന പ്രശ്നമൊക്കെ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായി അനുഭവിക്കുന്നതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നൊക്കെയുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. പ്രത്യേകിച്ച് താഴെത്തട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികൾക്കെല്ലാം നേരിട്ട് പരിചയമുള്ളവരാണ് വോട്ടർമാരെല്ലാവരും തന്നെ, പരമാവധി ആളുകൾ. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് മുന്നണികൾ എല്ലാവരും തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എന്തായാലും ഒരു 75%-ലേക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് മുന്നണികൾ കണക്കുകൂട്ടുന്നത്. സജിത്ത്, ശ്രീജിത്ത്, രാവിലെ വോട്ട് ചെയ്തതിന് ശേഷം ഈ സംസ്ഥാന രാഷ്ട്രീയത്തെ നിർണായകമാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഒക്കെ ഇടമാണല്ലോ കോട്ടയം. ഒപ്പം സമുദായ കക്ഷികൾക്കുമൊക്കെ വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ അത്തരം രാഷ്ട്രീയ നിലപാടുകളുടെ ഒരു പ്രതിഫലനം രാവിലെ ഈ പോളിംഗ് ആരംഭിച്ച സമയത്തുണ്ടായോ? നേതാക്കളുടെയൊക്കെ ഒരു കോൺഫിഡൻസ് എത്രമാത്രമുണ്ട്? തീർച്ചയായും എല്ലാ മുന്നണികളുടെയും നേതാക്കൾ വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതാണ് കണ്ടത്. രാവിലെ ഒരുപക്ഷെ നേതാക്കളിൽ ആദ്യം വോട്ട് ചെയ്തത് BJPയുടെ നേതാവ് കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനാണ്. രാവിലെ 7 മണിക്ക് തന്നെ അദ്ദേഹം കാണക്കാരിയിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി. തൊട്ടു പിന്നാലെ മാണി സി കാപ്പൻ, അതിന് പിന്നാലെ ജോസ് കെ മാണി MP, മന്ത്രി VN വാസവൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ ഏതാണ്ട് ജില്ലയിലെ പ്രമുഖരായുള്ള നേതാക്കൾ, PC ജോർജ്, അങ്ങനെ പലരും എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവരെല്ലാവരും, മുന്നണികളെല്ലാവരും അവരുടെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ ഓരോരുത്തരും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഒരു വളരെ നിർണായകമായ പൊളിറ്റിക്കൽ ബൈറ്റ് എന്ന നിലയിലൊക്കെ വരുന്നത് സാധാരണ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടേതാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് രാവിലെയും എത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഏറ്റവും അവസാന നിമിഷം വരെയും 9 മണി 9:30 വരെയും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കാത്തു നിന്നിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ യാത്ര മാറ്റിവെക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ചില അനാരോഗ്യം കഴിഞ്ഞ കുറച്ചു കാലമായുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര, വോട്ട് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര മാറ്റിവെച്ചു. ഒരുപക്ഷെ വൈകുന്നേരത്തിന് അകം ഏതെങ്കിലും സമയത്ത് വോട്ട് ചെയ്യുമോ എന്നുള്ളത് വ്യക്തമല്ല. പ്രത്യേകിച്ച് അവിടെ ചില സ്റ്റെപ്പുകളും മറ്റുമുള്ള സ്കൂളാണ്. അവിടേക്ക് അങ്ങനെ കയറാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് NSSുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. സാധാരണഗതിയിൽ സാധാരണ കോട്ടയത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിലും വളരെ നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഒരു പൊളിറ്റിക്കൽ ബൈറ്റ് അവിടെ തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിലടക്കം വ്യത്യസ്ത നിലപാടുകൾ G സുകുമാരൻ നായർ ഉൾപ്പെടെ പ്രകടിപ്പിച്ച ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാകാതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും നിലവിൽ വലിയ പ്രതീക്ഷകളോടെ മുന്നണികൾ കാത്തിരിക്കുന്നു. കഴിഞ്ഞ തവണ ഇടതുമുന്നണി വലിയ നേട്ടമുണ്ടാക്കി. ജില്ലാ പഞ്ചായത്തിലും ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ നേട്ടമുണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ്. നഗരസഭകൾ മാത്രമാണ് ഫലത്തിൽ ഏതാണ്ട് UDFിനൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇത്തവണ ഒരു തിരിച്ചുവരവ് എന്നുള്ളത് UDFിനെ സംബന്ധിച്ച് വലിയ ജീവൻ മരണ പോരാട്ടമാണ്. ഇത്തവണത്തെ ഒരു തിരിച്ചുവരവിലൂടെ വേണം കേരള രാഷ്ട്രീയത്തിലേക്ക് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മടങ്ങിവരവ് നടത്താൻ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് UDF നടത്തിയത്. LDF കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ജോസ് കെ മാണി വിഭാഗവുമായി ചേർന്ന് താഴെത്തട്ടിലടക്കം വലിയ പ്രവർത്തനം നടത്തുന്നു. BJPയും പുതിയ ശക്തിയാകാനുള്ള വലിയ ശ്രമം നടത്തുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി 2 പഞ്ചായത്തിൽ അവർക്ക് ഭരണം ലഭിക്കുന്ന സാഹചര്യം വന്നത്. അങ്ങനെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമം BJPയും ഒരു വശത്ത് നടത്തുന്ന സാഹചര്യമാണ് എന്തായാലും കഴിഞ്ഞത്. എന്തായാലും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ജനങ്ങൾ വളരെ ആവേശപൂർവ്വം, സജിത്ത് എടുത്തു പറയേണ്ടത് 109 വയസ്സുള്ള ഒരു അമ്മ തന്നെ പോളിംഗ് ബൂത്തിലെത്തി തിരുവഞ്ചൂരിൽ വോട്ട് ചെയ്യാനെത്തിയ കാഴ്ച തന്നെയാണ് ഒരുപക്ഷെ ഇതിലെ ഏറ്റവും കൗതുകകരമായ രസകരമായ ജനാധിപത്യത്തിൻ്റെ കാഴ്ച. അത് അവിടെ മാത്രമല്ല, ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും അത്തരം രാവിലെ നമ്മൾ നിന്ന ചങ്ങനാശ്ശേരിയിലെ ബൂത്തിലൊക്കെ നിരവധി ആളുകൾ, കന്യാസ്ത്രീകളടക്കം വീൽ ചെയറിലെത്തി വോട്ട് ചെയ്യുന്ന കാഴ്ച കണ്ടു. അങ്ങനെ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ നാട്ടിലുള്ളവ പരമാവധി മനുഷ്യരെത്തി. ഇപ്പോൾ വിദേശത്തേക്കൊക്കെ പോകുന്നവർ പലരും വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവരായിരിക്കും. അങ്ങനെ നാട്ടിലുള്ള പരമാവധി ആളുകൾ എത്തി വോട്ട് ചെയ്യുന്നു. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ ഈ ഒരു വലിയ ഉത്സവത്തിൽ ആവേശപൂർവ്വം തന്നെ ആളുകൾ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കോട്ടയത്തും കാണാൻ സാധിക്കുന്നത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും എല്ലാ വോട്ടർമാർ ശ്രദ്ധിക്കുക, നിങ്ങൾ സമ്മതിദാനാവകാശം പരമാവധി വിനിയോഗിക്കണം. കാരണം ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്.
നോക്കുക, ഉച്ചസമയമാണ്. ഇപ്പോൾ തിരക്ക് കുറവാണ്. എവിടെ ചെന്നാലും ക്യൂ നിൽക്കേണ്ടതില്ല. എല്ലാവർക്കും ചെന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങാം, വേഗത്തിൽ തന്നെ മടങ്ങാം. അതുകൊണ്ട് വീടുകളിൽ വൈകിട്ടാവട്ടെ, അതുവരെ കാത്തിരിക്കുന്നവർക്കെല്ലാം ഇപ്പോൾ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്താം. സംസ്ഥാനത്ത് എല്ലാ ബൂത്തുകളിലും തന്നെ കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും എത്തി വോട്ട് ചെയ്യാനുള്ള പറ്റിയ സമയമാണിത്. അതുകൊണ്ട് എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഏറ്റവും സുഗമമായി ഭംഗിയായി കൊണ്ടാടുക എന്നതാണ്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ 100 വയസ്സ് പിന്നിട്ടവരും പുതിയ വോട്ടർമാരും അടക്കം ഒന്നിച്ച് ആവേശത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ ഏറ്റവും മനോഹരമാക്കുന്നത്. ഇന്ന് ആലപ്പുഴയിൽ നിന്ന് വന്ന കാഴ്ച ശ്രദ്ധേയമാണത്. നമുക്കറിയാം, മുൻ മന്ത്രി CPM-ൻ്റെ മുതിർന്ന നേതാവ് G. സുധാകരൻ, അദ്ദേഹത്തിന് ഒരു പരിക്ക് പറ്റി. അദ്ദേഹം ദീർഘനാളുകളായി വിശ്രമത്തിലാണ്. ആ വിശ്രമത്തിൽ അദ്ദേഹം പരിക്കുപറ്റി വീട്ടിൽ കഴിയുന്നതിനിടയിലും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം പോളിംഗ് ബൂത്തിലെത്തി. അദ്ദേഹം സ്ട്രെച്ചറിൽ സഹായികളുടെയൊക്കെ ഒപ്പം സഹായത്തോടെ അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ആ കാഴ്ചയൊക്കെ വളരെ മനോഹരമായിരുന്നു. അത് നമുക്ക് നമ്മുടെ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. അത്തരം കാഴ്ചകളെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്നത്തെ ദിവസം വോട്ടർമാരുടെ ദിവസമാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഏതുമാവട്ടെ, മുന്നണികൾ ഏതുമാവട്ടെ, സ്ഥാനാർത്ഥികൾ ഏതുമാവട്ടെ, നമ്മുടെ സമ്മതിദാനാവകാശം നമുക്ക് നിശ്ചയമായും വിനിയോഗിക്കണം. ഇന്നത്തെ ദിവസം പ്രധാനമുണ്ട്. അതുകൊണ്ട് എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് മറക്കാതെ എത്തുക എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തുന്നു. കൊച്ചിയിലേക്ക് കൂടി നമുക്ക് പോവാം. യെസ്, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരം വഞ്ചിയൂരിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ്. അവിടെ കള്ളവോട്ട് ആരോപണമാണ് ഉന്നയിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് യെസ്, ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് ഇത് സംഭവം? എന്താണ് ഈ ആരോപണം? തിരുവനന്തപുരം വഞ്ചിയൂരിൽ കള്ളവോട്ട് ആരോപണം. ആ ആരോപണമാണ്. ഏത് രാഷ്ട്രീയ നേതൃത്വമാണ് ആരോപണം ഉന്നയിച്ചത് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരാനുണ്ട്. ഡാൻ കുര്യൻ ഉടൻ തന്നെ തിരുവനന്തപുരത്ത് നിന്നും ചേരും. തിരുവനന്തപുരം വഞ്ചിയൂരെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ പടമുണ്ട്. അതിനകത്ത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് തിരുവനന്തപുരം വഞ്ചിയൂരിലാണ് വോട്ടെടുപ്പിനിടെ സംഘർഷമുണ്ടായത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ അവിടെ കള്ളവോട്ട് ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ സംഘർഷ സാഹചര്യങ്ങളുണ്ട്. അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. അധികൃതരുടെ ഇടപെടലും അവിടെ ഉണ്ടായിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് ഈ സംഭവം? സ്ഥലത്ത് CPM BJP സംഘർഷം എന്നതൊക്കെയാണല്ലോ വരുന്ന വാർത്തകൾ. എന്താണ് അവിടെ സംഭവിച്ചത്? സജിത്ത, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഈ പ്രദേശത്ത് കുറച്ച് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ആ തർക്കത്തിന് ഒടുവിലാണ് CPM BJP പ്രവർത്തകർ നേർക്കുനേർ ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുന്ന സാഹചര്യം വഞ്ചിയൂർ കോടതിക്ക് മുമ്പിലുണ്ടായത്. ഇപ്പോൾ ഈ BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വഞ്ചിയൂർ ബാബുവിനെതിരെയാണ് ഈ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം CPM പ്രവർത്തകർ റോഡിന് മറുവശത്ത് കൂടി നിൽക്കുന്നുണ്ട്. വലിയ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ASP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. CPM പ്രവർത്തകർ റോഡിന് പാർട്ടി ഓഫീസിനോട് ചേർന്ന് കോടതിക്ക് സമീപവും നട റോഡിൽ കുത്തിയിരുന്ന BJP പ്രവർത്തകർ രണ്ട് വശത്തും പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. എന്തായാലും മുതിർന്ന പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇരു കൂട്ടരെയും പറഞ്ഞ് ഈ പ്രകോപന സാഹചര്യം അല്ലെങ്കിൽ സംഘർഷ സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്നായിരുന്നു. ഈ രാവിലെ മുതൽ തന്നെ ചില തർക്കങ്ങൾ വഞ്ചിയൂരിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത് നേർക്കുനേർ ഒരു ഏറ്റുമുട്ടലായി മാറുന്ന സാഹചര്യമുണ്ടായത്.
അതിനിടയിലാണ് സ്ഥാനാർത്ഥി കൂടിയായ മഞ്ജൂർ ബാബുവുമായി ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരെത്തി സംസാരിക്കുകയാണ്. ഒരു പ്രകോപനപരമായ സാഹചര്യത്തിൽ നീങ്ങിയാൽ അത് വോട്ടെടുപ്പിനെ അടക്കം പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് എത്തും. അതുകൊണ്ട് ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആദ്യം ഉണ്ടായിരുന്ന ഒരു സംഘർഷ സാഹചര്യത്തിന് ഇപ്പോൾ അയവ് വന്നിരിക്കുന്നു. പ്രവർത്തകരെ മുഴുവൻ പാർട്ടി ഓഫീസിനുള്ളിലേക്ക്, ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് സ്ഥാനാർത്ഥി തന്നെ കയറ്റി വിടുന്ന സാഹചര്യമാണ് നിലവിൽ. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. മഞ്ജൂർ ബാബു മാധ്യമങ്ങളെ കാണുന്നു. എന്താണ് അത് അവർക്ക് ആദ്യം മനസ്സിലാക്കണം. കള്ളവോട്ടെന്ന് പറഞ്ഞാൽ എന്റെ വോട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നതാണ് കള്ളവോട്ട്. ഇതിൽ വോട്ടെന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയിലുള്ള വോട്ട് ആ വോട്ടർക്ക് വന്ന് അവരുടെ ID കാർഡ് കാണിച്ച് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അവിടെ ഈ ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചേർക്കൽ പ്രക്രിയ ആരംഭിച്ചപ്പോൾ മുതൽ വോട്ട് ചേർക്കുന്ന ജോലികൾ ഇവിടെ ഉള്ളവർ ചേർന്നു. അതെല്ലാം തന്നെ ഓൺലൈനിൽ ചേർക്കുന്നതാണ്. ആ ഓൺലൈനിൽ ചേർന്ന വോട്ടുകൾ ആ വോട്ടർമാർ വന്ന് ചെയ്യുന്നു. ഇപ്പൊ ഇത് ആ സമയം മുതൽ ഇവർക്ക് അറിയാം ഇവിടെ ജയിക്കില്ല എന്ന്. അപ്പോൾ മുതൽ ഇവര് വോട്ട് ചേർക്കുന്ന ജോലിയൊന്നും ചെയ്യില്ല. അതൊക്കെ മെനക്കെട്ട ജോലിയല്ലേ, അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വോട്ട് ചേർക്കുന്ന പ്രക്രിയ എല്ലാം പൂർത്തീകരിച്ച് ശേഷം വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്താണ്, ആ വോട്ട് കരട് പ്രസിദ്ധീകരിക്കും. 4 പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ഞങ്ങൾക്കുള്ള ആക്ഷേപങ്ങളെല്ലാം ഞങ്ങൾ കൊടുത്തു. ആ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ചില വ്യാജ വോട്ടുകൾ വന്നതെല്ലാം നീക്കം ചെയ്തു. ബാക്കി ആരൊക്കെ വോട്ടുകൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നുള്ളിപ്പറഞ്ഞ് കീറി പരിശോധിക്കാൻ പറ്റില്ല. ട്രാൻസ്ജെൻഡർക്ക് വോട്ട് അതറിയാം, അത് മനസ്സിലാക്കണം. ട്രാൻസ്ജെൻഡേഴ്സ് താമസിക്കുന്നത് ഈ വഞ്ചൂരാണ്, ഇവിടെയാണ്. അവർ ക്യാമ്പ് ചെയ്യുന്നതാണ്. അവർ ഒറ്റയ്ക്ക് വീടുകളിലല്ല താമസിക്കുന്നത്. അവിടെ അവരെല്ലാം കൂടെ ഒരുമിച്ചാണ് അവർ താമസിക്കുന്നത്. ഇവിടെയാണ് അവരെ മനുഷ്യരായി അംഗീകരിച്ചത് ഈ വാർഡിൽ. ഞാൻ 2015 കൌൺസിലറായിരുന്ന കാലഘട്ടത്തിലാണ് അവരെല്ലാം കുടുംബശ്രീയിൽപ്പെടുത്തിയത്. അങ്ങനെ കുടുംബശ്രീയിൽപ്പെടുത്തിയ അവരെ മനുഷ്യരായി അംഗീകരിക്കുകയല്ലേ ചെയ്ത്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എല്ലാം ചെയ്യുന്നതാണ്. അപ്പൊ അവരെ ചേർത്ത് പിടിക്കുന്നവരുമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകരായി മാറി. കയ്യേറ്റം ചെയ്യുന്നതിന് മുമ്പേ കയ്യേറ്റം ചെയ്ത് ഞാൻ കണ്ടില്ല. ഞാൻ ഇപ്പൊ കുറച്ച് സമയം അപ്പുറത്ത് സെന്റ് ജോസഫ് സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. ഇപ്പൊ വന്നപ്പോഴാണ് കേട്ടത്. എന്താണ് നടന്നത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഒരു കാര്യം ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. 2-3 ട്രാൻസ്ജെൻഡേഴ്സ് അതിന്റെ നടയിൽ നിൽക്കുമ്പോൾ അവരെ കൂവുകയാണ്. കാരണം വെച്ചാൽ അവർ മനുഷ്യരല്ലാത്ത ഏതോ മൃഗങ്ങളെ പട്ടികയിൽപ്പെടുത്തി അവരെ കൂവുകയാണ്. ഞാനപ്പോ തന്നെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ CIയോട് പറഞ്ഞു, അവര് മനുഷ്യരാണ്. അവരെ ഈ തരത്തിൽ കാണിക്കുമ്പോൾ നിങ്ങൾ വനിതാ പോലീസിനെ കൊണ്ടുവന്ന് ഈ കാണിച്ച സ്ത്രീകളായിട്ടുള്ളവരാണ് കാണിച്ച് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പോലീസ് അനങ്ങിയിട്ടില്ല. പോലീസ് അനങ്ങാത്ത ഒരു സംഘർഷം ഉണ്ടാകേണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഏതായാലും ഞാൻ ആ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു പരാതി എഴുതി കൊടുക്കൂ. അപ്പൊ അവർ പരാതി എഴുതാൻ പോകുന്നത് കണ്ടു. പിന്നെ എനിക്ക് ഇവിടെ തന്നെ മാത്രം കേന്ദ്രീകരിക്കാൻ കഴിയില്ല, മറ്റു ബൂത്തുകളും ഉണ്ട്. എനിക്ക് അവിടെയെല്ലാം പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. അവർ പരാതി കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ട്രാൻസ്ജെൻഡേഴ്സ് ആരും മനുഷ്യരല്ലേ. ആർക്ക് നമുക്കിവിടെ അവരെ വോട്ട് ചേർക്കാൻ പാടില്ലേ? അവരെ പ്രവർത്തകരാക്കാൻ പാടില്ലേ? അവരെ പ്രവർത്തകരാക്കുന്നതിൽ എന്താണ് കുഴപ്പം? അത് ആരാണ് പറയുന്നത് അങ്ങനെ പ്രവർത്തകരാക്കാൻ പാടില്ല എന്ന്? അവരെ വീണ്ടും പ്രവർത്തകരാക്കും. അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും. എത്ര പേര് എതിർത്താലും മനുഷ്യരായിട്ടുള്ളവരാണ് അവർ. ഞാൻ അണ പൊട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്ന പോലെ അവർ നിൽക്കുമ്പോൾ അവരെ മാത്രം ഇങ്ങനെ നിന്ന് കൂവിയാൽ ആരാണ് സഹിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും സഹിക്കുമോ? ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ സഹിക്കുമോ? അവര് എത്രത്തോളം അവർ നോക്കണം, അവരെ മാനസിക ഒരു നില നോക്കണം. അവരെ സമൂഹം ആകെ അകറ്റി നിർത്തുകയാണ്. അവരുടെ കുറ്റം കൊണ്ടല്ല അവര് ട്രാൻസ്ജെൻഡേഴ്സ് ആയത്. അങ്ങനെ അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ പാടില്ല. അങ്ങനെ അവര് മനുഷ്യരല്ലേ നമ്മളെ പോലെ. അങ്ങനെ ഉള്ളവരെ പരസ്യമായി അവർക്ക് ക്ഷീണം ഉണ്ടാകുന്ന തരത്തിൽ കാണിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളെല്ലാം മര്യാദയുടെ നെല്ലിപ്പല കണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ കഴിവില്ലാത്തവരല്ല വഞ്ചൂരുള്ളവർ. പക്ഷേ ഞങ്ങൾ ഇതെല്ലാം ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കണം. വീണ്ടും ഈ തരത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഞങ്ങൾക്ക് മാറാൻ പറഞ്ഞ് ഞങ്ങൾ മാറുകയാണ്. കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ വാക്കുതർക്കമുണ്ടായത്. ആ തർക്കമാണ് കയ്യേറ്റത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം എത്തിയത്. തുടർന്നാണ് കൂടുതൽ പോലീസ് സംഘം മഞ്ഞൂർ കോടതി പരിസരത്തേക്ക് എത്തി പ്രവർത്തകരെ 2 വശങ്ങളിലേക്ക് ഏറെ ശ്രമകരമായി 2 വശങ്ങളിലേക്ക്
മാറ്റിയിരിക്കുന്നത്. ഇപ്പോഴും ഒരു പറ്റം BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വഞ്ചൂർ ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഞ്ചൂരാണ് തെരഞ്ഞെടുപ്പിനിടെ ചില സംഘർഷങ്ങൾ ഉണ്ടായത്. BJP CPM തർക്കമാണ് അവിടെ ഉണ്ടായത്. കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇരു വിഭാഗവും രംഗത്ത് വരുന്നത്. എന്തായാലും ആ സ്ഥലത്ത് സംഘർഷം ഇപ്പോൾ ഒഴിവാകുന്നു. പോലീസിന്റെ ഇടപെടലുണ്ട്. ഞാൻ ഏരിയ പ്രസിഡന്റ് മകനാണ് ഇദ്ദേഹം. അത് അടിച്ചു. ഈ അവർക്ക് വോട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് അടിച്ചത്. അവരെ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് അടിച്ചത്. വഞ്ചൂരാണ് സംഘർഷ രംഗങ്ങൾ നമ്മൾ കണ്ടത്. അവിടെ ചില തർക്കങ്ങൾ, കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇരു വിഭാഗവും രംഗത്ത് വരുന്നതാണ് തർക്കത്തിന് ഇടവെച്ചത്. ഇപ്പോൾ പോലീസിന്റെ കൂടുതൽ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യും. ഞങ്ങൾക്ക് ഇനി സഹിക്കാൻ വയ്യ സാറേ. ഇനി സഹിക്കാൻ വയ്യ. സത്യോട് പറയുന്നത് ഞങ്ങൾ പരമാവധി പരമാവധി. തിരുവനന്തപുരം വഞ്ചൂരാണ് ഈ സംഘർഷ രംഗങ്ങൾ നമ്മൾ കാണുന്നത്. അവിടെ കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് വഞ്ചൂർ വാർഡ് തെരഞ്ഞെടുപ്പിനിടയിലാണ് ഈ കള്ളവോട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. CPM-ഉം BJP-യും തമ്മിലാണ് തർക്കം. എന്തായാലും പോലീസിന്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.